ഇന്നത്തെ യാത്ര വാൽപ്പാറയ്ക്കാണ്. ചാലക്കുടി VTCയുടെ രണ്ടാമത്തെ ഉല്ലാസയാത്രയാണ് വാൽപ്പാറയ്ക്ക്. ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി പച്ചയും മഞ്ഞയും കലർന്ന ആ ബസ്സാണ്. അതിലെ സഞ്ചാരികളെല്ലാം കയറിക്കഴിഞ്ഞു. ഇനി യാത്ര പുറപ്പെടാറായി. രണ്ടാമത് ചാലക്കുടി വാൽപ്പാറ ഉല്ലാസയാത്രയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാന്യ യാത്രക്കാരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കഥ, തിരക്കഥ, സംഭാഷണം ദിനേശ് ഇബ്രാഹിം കല്ലേറ്റിങ്ങര. സംവിധാന നിർവഹണം ഉണ്ണികൃഷ്ണൻ കന്നനാട്. ഗതാഗത നിയന്ത്രണം അൻസാർ തിരുവമ്പാടി. ശബ്ദവും വെളിച്ചവും നൽകി നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഡോൾബി ലൈറ്റ് ആൻഡ് സൗണ്ട് മേലോ. മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എന്റെ ഗ്രാമം. ഇതാണ് ഈ യാത്രയുടെ കോർഡിനേറ്റർ ഡോൾബി ചേട്ടൻ. പോലയുള്ള പുരകളും നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നു ആ കൊച്ചു പാടവരമ്പിലൂടെ. മകരമാസത്തെ മഞ്ഞിക്കണങ്ങളാൽ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ ഞാറു പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉഴുതു മറിക്കുന്നൊരാണുങ്ങളും. കർഷക പാട്ടിന്റെ ആ നല്ല വരികളാൽ എന്റെ മനസ്സിനെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിടുന്നു. ബാലികാ ബാലന്മാരെങ്ങും നിരന്നിടും ഗ്രാമത്തിൻ ഐശ്വര്യ ദീപം പോലെ. മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ. പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിന്റെ സ്മരണ തന്നെ. കുന്നിലെ മരമില്ല പാടങ്ങളിൽ നിന്ന് ഉഴുതു മാറിയില്ല പാട്ടുമില്ല. കർഷക പാട്ടില്ല, കർഷകരുമില്ല. എന്തൊരു ദുർവിധി ലോകനാവ. ഞങ്ങൾ പോകുന്ന ബസ്സിനെ നിയന്ത്രിക്കുന്നത് അൻസാറിയേട്ടനാണ്. പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര, അത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഈ കാണുന്നതാണ് ഷോളയാർ ഡാം. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മലയ്ക്കപ്പാറയ്ക്ക് സമീപത്തായി ചാലക്കുടി പുഴയുടെ പോഷക നദിയായ ഷോളയാറിൽ ഷോളയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അണക്കെട്ടാണ് ഷോളയാർ അണക്കെട്ട്. ആ കുന്നിൻ ചെരുവുകളിൽ വളർന്നു പന്തലിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ,
പച്ചപ്പണിഞ്ഞുകൊണ്ട് മനോഹരമായി കിടക്കുന്ന പ്രകൃതിയുടെ ആ ഭംഗി എത്ര മനോഹരമാണ്. ഈ ഉല്ലാസയാത്രയെ ഉല്ലാസഭരിതമാക്കുന്നത് ഈ യാത്രയിലുള്ള കലാകാരന്മാരും കലാകാരികളുമൊക്കെയാണ്. ആയിരം കിനാക്കളാൽ വിരുന്നു വന്നു പാടിടുന്നു ഒരുത്തിയും എടുത്തിയും പ്രതീക്ഷകൾക്ക് എത്ര എത്ര കാലം അപ്പുറത്തു വന്നു എത്തി നീ ഇപ്പുറം ദുഃഖ സത്യമേ ലലാ 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 ലാലാ കെടുത്തിയും പെടുത്തിയും പ്രതീക്ഷകൾക്ക് എന്റെ അമ്മായി ബാഗിന്റെ ഉള്ളിൽ ഇതെന്താണ് ബോംബാണോ മോനെ രാജമരു മോനെ നിന്റെ അങ്കിൾ കുടിക്കണ സ്കോച്ചാണ് മോനെ രാജമരു മോനെ നിന്റെ അങ്കിൾ കുടിക്കണ സ്കോച്ചാണ് ബോംബെ നിന്നെത്തി എന്റെ അമ്മായി ബാഗിന്റെ ഉള്ളിൽ ഇതെന്താണ് ബോംബാണോ ബോംബെ നിന്നെത്തി എന്റെ അമ്മായി എന്റെ ബാഗിന്റെ ഉള്ളിൽ ബോംബാണ് കരികിലായി അണയും തോറുമാർദ്രമാകുമൊരു താരകം ഹിമജലഗണം കൺകോണിലും ശുഭസൗരഭം അകതാരിലും മെല്ലെത്തൂവിലോല ഭാവന അർണജാലം ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷ ഗീതകം ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെയാണ് നൽകുന്ന രണ്ടുപേരും പാട്ടാ. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ണയ്ക്ക മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ണയ്ക്ക മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. കൂർക്ക പോലുള്ളവളുടെ കണ്ണുകളിൽ ഞാൻ കൂർക്ക പോലുള്ളവളുടെ കണ്ണുകളിൽ ഞാൻ വഴുതനങ്ങ മിനുസമുള്ള ഗ്ലേസിങ് കണ്ടു. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ണയ്ക്ക മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. നായരോടമ്മ പറഞ്ഞു രണ്ടാം വേലി കഴിക്കരുതെന്ന് രാമനായരോടമ്മ പറഞ്ഞു രണ്ടാം വേലി കഴിക്കരുതെന്ന്. അമ്മ പറഞ്ഞത് കൂട്ടാക്കാതെ രാമൻ നായർ വേലി കഴിച്ചു. 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 വേലി കഴിച്ചതിൽ പിറ്റേന്നാള് രാമൻ നായരെ പട്ടി കടിച്ചു. പിറ്റേന്നാള് രാമൻ നായരെ പട്ടി കടിച്ചു. വേലി കഴിഞ്ഞതിൽ പിറ്റേന്നാള് രാമൻ നായരെ പട്ടി കടിച്ചു. പിറ്റേന്നാള് രാമൻ നായരെ പട്ടി കടിച്ചു. പട്ടി കടിച്ചത് കൂട്ടാക്കാതെ രാമൻ നായർ പട്ടയടിച്ചു. പട്ടി കൂട്ടാക്കാതെ രാമൻ നായർ പട്ടയടിച്ചു. പട്ടി കടിച്ചത് കൂട്ടാക്കാതെ രാമൻ നായർ പട്ടയടിച്ചു. കൂട്ടാക്കാതെ രാമൻ നായർ പട്ടയടിച്ചു. കല്ലിമാനെ കണിമയിലെന്ന് കണ്ടേ നാനേ அந்திப்பகலுனை நான் பார்க்கிறேன் ஆண்டவனை இதைத்தான் கேட்கிறேன் ஆரிராரோ ஓராரிரோ ஆரிராரோ ஓராரிரோ கண்ணே கலைமானே கனிமயிலென்னு கண்டேன் உன்னை நானே.
വാൽപ്പാറയിലൂടെ വളവുകളെല്ലാം താണ്ടി 32ാമത്തെ വളവിലെത്തുമ്പോൾ ഒരു സ്റ്റാച്ചു കാണാം. CA കാർവർ മാർഷ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടേതാണ് ആ പ്രതിമ. മുകളിൽ നിന്നും താഴോട്ട് മലകളിലൂടെ വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന റോഡുകളുടെയും ഡാമുകളുടെ വെള്ളത്തിൻ്റെയും ഒക്കെ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഈ കാണുന്നത് ആളിയാർ ഡാമിന്റെ കാഴ്ചയാണ്. തമിഴ്നാട് ഫിഷറീസ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന ഒരു മിനി തീം പാർക്കാണിത്. പൂന്തോട്ടം, അക്വേറിയം, ഉദ്യാനം, കുട്ടികൾക്ക് കളിക്കുവാനുള്ള നിരവധിയായ സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചി പട്ടണത്തിനോടടുത്തുള്ള ആളിയാർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ആളിയാർ ഡാം. പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കായി ആളിയാർ നദിക്ക് കുറുകെ 1959, 1969 കാലഘട്ടത്തിലാണ് ആളിയാർ ഡാം നിർമ്മിച്ചത്. 1962 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം ആളിയാർ ഡാം ഉദ്ഘാടനം ചെയ്തു.